പരിശുദ്ധനായ പരിമല തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ ഈ വർഷത്തെ പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. സത്യത്തിൽ ഇത് സഭയുടെ ബർത്ത്ഡേ ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ആദിമ ക്രൈസ്തവ സമൂഹത്തിന് നൽകുകയും അങ്ങനെ ക്രിസ്തീയ സഭയുടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്ന സഭയുടെ ബർത്ത്ഡേ, ജന്മദിനമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം യെരുശലേമിൽ തടിച്ചുകൂടിയിരുന്ന ശിഷ്യന്മാരുടെയും വിശ്വാസികളുടെയും മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നതിൻ്റെ ഓർമ്മ. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളുണ്ട്. അനേകം പെരുന്നാളുകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ എന്ന് പറയുന്നത് പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇത് 3ഉം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ട് കൂടിയാണ് അവർ കൊണ്ടാടുന്നത്. ചരിത്ര പശ്ചാത്തലം നിലനിൽക്കുമ്പോഴും അവരുടെ കാർഷിക പശ്ചാത്തലത്തിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലും കൂടിയായിട്ടാണ്. പെസഹ പെരുന്നാൾ ബാർലിയുടെ ഹാർവസ്റ്റ് എടുക്കുന്നതിൻ്റെ ആ സന്തോഷമാണ്. പെന്തിക്കോസ്തി പെരുന്നാൾ ഗോതമ്പിൻ്റെ ഹാർവസ്റ്റ് എടുക്കുന്നതാണ്. കൂടാര പെരുന്നാൾ കായ്കനികളുടെ ഹാർവസ്റ്റ് എടുക്കുന്ന സന്ദർഭമാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ അതവിടെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലമുണ്ട്. പെസഹ പെരുന്നാൾ, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിച്ച് ഇസ്രായേൽ ജനം സംഹാരദൂതനിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നതിൻ്റെ ഓർമ്മയായിട്ട് അനുഷ്ഠിക്കുവാൻ യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് തുടങ്ങിയതാണ് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ. ആ പെസഹ പെരുന്നാൾ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് പുതിയ നിയമസഭയിൽ വിശുദ്ധ കുർബാന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, സ്ഥാപിച്ചതാണ് ക്രിസ്തീയ സഭയുടെ പെസഹ പെരുന്നാൾ. എന്നാൽ പെന്തിക്കോസ്തി പെരുന്നാൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന് എബ്രായ ഭാഷയിൽ പറയുന്ന പേര് ഷൗഓത്ത് എന്ന. ഷൗഓത്ത് എന്ന് പറഞ്ഞാൽ വാരോത്സവ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ദ വീക്ക്. പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 7 ആഴ്ച കഴിയുമ്പോൾ 50-ാമത്തെ ദിവസം, 7 വാരം ആഴ്ച കഴിയുമ്പോൾ അവരനുഷ്ഠിക്കുന്ന പെരുന്നാളാണ് പെസഹ കഴിഞ്ഞുള്ള 7 ആഴ്ച കഴിയുമ്പോൾ. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സീനായ് മലയുടെ മുകളിൽ വെച്ച് യഹോവ ഇസ്രായേൽ ജനത്തിന് നിയമം നൽകിയതിൻ്റെ ഓർമ്മയായിട്ടാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ നിയമം 10 കൽപ്പനകളെ മോശയിലൂടെ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ. ആ പെന്തിക്കോസ്തി പെരുന്നാൾ, ആ പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ യഹൂദന്മാരുടെ നിയമം സ്വീകരിച്ചതിൻ്റെ ഓർമ്മ അനുഷ്ഠിക്കുന്ന പെന്തിക്കോസ്തി പെരുന്നാൾ സന്ദർഭത്തിൽ യെരുശലേമിൽ തടിച്ചുകൂടിയിരുന്ന വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് പഴയ നിയമത്തിൽ നിയമം നൽകിയതുപോലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയതിൻ്റെ, നിയമത്തിന് പകരം പരിശുദ്ധാത്മാവിനെ നൽകിയതിൻ്റെ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ന്യായവിധിയുടെയും ജീവിതത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് ന്യായപ്രമാണമായിരുന്നുവെങ്കിൽ, നിയമമായിരുന്നുവെങ്കിൽ, പുതിയ നിയമസഭയിൽ ന്യായവിധിയുടെയും ജീവിതത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധാത്മാവിനെ നൽകിയതിൻ്റെ ഓർമ്മയായിട്ടാണ്
പെന്തിക്കോസ്തി പെരുന്നാൾ സഭ കൊണ്ടാടുന്നത്. കൂടാര പെരുന്നാൾ നമുക്കറിയാം, യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അവരുടെ പൂർവികർ മരുഭൂയാത്രയിൽ ടെന്റ് കെട്ടി കൂടാരമടിച്ച് താമസിച്ചതിൻ്റെ ഓർമ്മയാണെങ്കിൽ ആ കൂടാര പെരുന്നാൾ സന്ദർഭത്തിൽ താബോർ മലയിലായിരുന്ന ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും മറുരൂപം യേശു ക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട തേജസ്കരണം നടക്കുകയും അവിടെ കൂടാരമടിച്ച് താമസിക്കാമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ ഓർമ്മയുടെ ആ തേജസ്കരണത്തിൻ്റെ പെരുന്നാളായിട്ടാണ് കൂടാര പെരുന്നാൾ പുതിയ നിയമസഭയിൽ കൊണ്ടാടുന്നത്. പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 50th ഡേ എന്നാണ്, 50ാമത്തെ ദിവസം. ഗ്രീക്ക് പെന്തക്കോസ്റ്റ് എന്നുള്ള പെന്തക്കോസ്തേ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം 50ാമത്തെ ദിവസമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഈ പെന്തിക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുന്നതായ സംഭവം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. എല്ലാവരും ഒന്നിച്ചുകൂടി ഇരുന്നപ്പോൾ, എല്ലാവരും അവിടെ ഒന്നിച്ചുകൂടിയിരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നവരെ അവരിൽ ആവസിച്ചു. അവർ ആത്മാവിൻ്റെ നിറവിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറയുന്നവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. പാർത്യരും മേത്യരും മെസപ്പത്തോമിയക്കാരും പംഫുല്യയും അങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന, പല ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്ത യഹൂദന്മാർ. അങ്ങനെ ആ നാട്ടിലെ ഭാഷകൾ സ്വന്തം ഭാഷയായി മാറി പല ഭാഷകൾ സംസാരിക്കുന്ന യഹൂദന്മാർ ഇവിടെ ഈ പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ അതിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി അവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ അവർ പ്രസംഗിച്ചു, ആത്മാവിൻ്റെ നിറവിൽ പ്രസംഗിച്ചു. പക്ഷെ അവരുടെ പ്രസംഗം, അവർ സംസാരിച്ചതെല്ലാം വിവിധ ഭാഷക്കാരായിരുന്ന മനുഷ്യർ അവർക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. അവരിൽ തന്നെ ആശ്ചര്യമായി. അവർ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഈ നാട്ടിൽ താമസിക്കുന്ന യഹൂദന്മാരല്ലേ, എബ്രായ ഭാഷയല്ലേ ഇവരുടെ ഭാഷ, പക്ഷെ ഇവരെല്ലാം പ്രസംഗിക്കുന്നത് നമുക്കെല്ലാം മനസ്സിലാകുന്നല്ലോ. സത്യത്തിൽ പെന്തിക്കോസ്തിയിൽ നടന്ന അതിശയം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരാൾ പറയുന്നതും ഒരാളുടെ ജീവിതവും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പെന്തിക്കോസ്തിയിൽ നടന്ന ഏറ്റവും വലിയ അതിശയം. മറുഭാഷ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ക്രിസ്തീയ വിഭാഗത്തിൽ പലരും മറുഭാഷ പറയുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത ഭാഷയാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് വിവിധ രാജ്യക്കാരായ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന യഹൂദന്മാര് അവിടെ ഒന്നിച്ചുകൂടിയിരിക്കുകയും അവർക്ക് അവരുടെ ദേശത്തിൻ്റെ ഭാഷ മാത്രം വശമായിരിക്കെ, അവർക്ക് എബ്രായ ഭാഷയോ മറ്റൊരു ഭാഷയും നിശ്ചയമില്ലാതിരിക്കെ എബ്രായ ഭാഷക്കാരായ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. സത്യത്തിൽ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് മറ്റുള്ളവരുടെ എല്ലാ കുറവുകളെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുകയും അങ്ങനെ സ്നേഹത്തിൻ്റെ വലിയ സാമ്രാജ്യം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളത് പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മൾക്ക് നൽകുന്ന വലിയ പാഠമാണ്. ദൈവാത്മാവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും തങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത്. അതാണ് ആത്മാവിൻ്റെ നിറവിൽ നടക്കേണ്ട, ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുകയാണല്ലോ. കൂടെ താമസിക്കുന്ന വ്യക്തികളെ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കൾ തമ്മിൽ, സമൂഹത്തിൽ ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഈ ലോകത്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവർ
പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന് ഈ ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദീർഘമായ പെന്തിക്കോസ്തി പെരുന്നാളിലെ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ഒരുക്കം നമുക്കുണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിച്ചുകൊണ്ട് പരസ്പരം മനുഷ്യബന്ധങ്ങളെ പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശിഷ്യന്മാര് അവിടെ യെരുശലേമിൽ കൂടിയിരിക്കുകയാണ്. അവർ കൂടിയിരിക്കുന്നതിന്റെ കാരണം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒലീവമലയുടെ മുകളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോയി യെരുശലേമിൽ കൂടിയിരിക്കുക. ആശ്വാസദാതാവായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അവിടെ വെച്ച് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ സ്വർഗാരോഹണം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിരുന്നു. ശിഷ്യന്മാർ സെഹിയോൻ മാളികയിൽ യെരുശലേമിൽ കാത്തിരുന്നത് പോലെ സഭ കാത്തിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ അവിടെ കാത്തിരിക്കുമ്പോൾ, അവിടെ 8-ാം വാക്യത്തിൽ പറയുന്ന, ബട്ട് യു ഷാൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം അപ്പോൺ യു. ബട്ട് യു ഷാൽ റിസീവ് പവർ. നിങ്ങൾ അവിടെ കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ആൻഡ് യു ഷാൽ ബി മൈ വിറ്റ്നസ് ഇൻ ജെറുസലേം and in all Judea and Samaria and to the end of the earth. നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറുമെന്നാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എൻ്റെ സാക്ഷികളായി മാറും എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പേറി ഇന്ന് ഈ പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പേറി പോകാൻ സാധിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്, അതുമാത്രമാണ് അവിടെ വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ യെരുശലേമിൽ ചെല്ലുക, അവിടെ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യും, നിങ്ങളെ ശക്തീകരിക്കും. എന്തിനു വേണ്ടി? എൻ്റെ സാക്ഷികളാകുവാൻ. എൻ്റെ സാക്ഷികളാകുവാൻ നിങ്ങളെ ശക്തീകരിക്കും. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും യേശുക്രിസ്തുവിന്റെ നല്ല സാക്ഷ്യം നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ജീവിതാനുഭവമാണ് ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത്. പെന്തിക്കോസ്ത് മാമോദീസായിൽ, പരിശുദ്ധ മാമോദീസായിൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുതുക്കുവാനായിട്ട് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ നാം ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന, നമുക്കറിയാമല്ലോ, ലോകം ഇന്ന്, പ്രത്യേകിച്ചും കേരളം ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ടു പോകുന്ന തലമുറയെ കണ്ട് ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പന എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത 14-ാം തീയതി ശനിയാഴ്ച ദേവലോക അരമനയിൽ വെച്ച് ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാൻ തക്കവണ്ണം ഒരു കോൺക്ലേവ് സഭ വളരെ ശക്തമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൽ സംബന്ധിക്കേണ്ടതിൻ്റെയും അതിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെയും പറ്റി ആവശ്യകതയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാവാതിരുമേനിയുടെ കൽപ്പന വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇത് കഴിയുമ്പോൾ അച്ഛൻ നിങ്ങളെ ഒരുപക്ഷെ ഓർമ്മിപ്പിക്കുമായിരിക്കും. ഈ ശനിയാഴ്ച അത് ദേവലോകത്ത് വെച്ച് നടക്കുകയാണ്. കാര്യം ലോകം മദ്യത്തിനും മയക്കുമരുന്നിനും തിന്മയ്ക്കും ഒക്കെ അടിമപ്പെട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം പേറി ആത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷ്യം പേറി ആത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ ആത്മാവിനെ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി ശക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ശുശ്രൂഷ ദീർഘമായ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയുടെ പേര് നിങ്ങൾക്കറിയാമോ?
പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയുടെ പേര്, എല്ലാ ശുശ്രൂഷയ്ക്കും നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിലെ എല്ലാ ശുശ്രൂഷയ്ക്കും ഓരോ പേരുണ്ട്. ദനഹാ പെരുന്നാളിൻ്റെ ശുശ്രൂഷ വെള്ളം വാഴുവിൻ്റെ ശുശ്രൂഷ എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാത്തിനും ഓരോ ക്രിസ്തുമസിൻ്റേത് തീജ്വാലയുടെ ശുശ്രൂഷ, അങ്ങനെ ഓരോന്നിനും പേരുണ്ടല്ലോ. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് പേരെന്താണെന്നറിയാമോ? മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷ എന്നാണ്. മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കേണ്ട ഒരു പേരാണത്. മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? വിനയപ്പെടലിൻ്റെതാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തക്കവണ്ണം സാധിക്കണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വിനയപ്പെടലാണ്. വിനയമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. ഒരാളിൽ ആത്മാവുണ്ട്, ദൈവാത്മാവുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന കാര്യം ആ മനുഷ്യനിൽ എത്രമാത്രം വിനയമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷയ്ക്ക് ആ ക്രമത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് മുട്ടുകുത്തലിൻ്റെ ക്രമം എന്നുള്ളതാണ്. വിനയപ്പെടലിൻ്റെ ക്രമമാണത്. വിനയപ്പെടാനുള്ള ഓർമ്മപ്പെടുത്തലാണത്. അങ്ങനെ വിനയത്തിൻ്റെ ആത്മാവിൽ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ കർത്താവിൽ വാത്സല്യമുള്ളവരെ നമ്മൾക്ക് നൽകുന്നത്. അങ്ങനെ വിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പെന്തിക്കോസ്തി പെരുന്നാളിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥനാപൂർവം എല്ലാവരും ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.